എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഗാനം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. കാട് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി സാർ രചിച്ച് കന്നഡ സംഗീത സംവിധായകനായ ശ്രീ വേദുപാൽ വർമ്മ അദ്ദേഹം സംഗീതം ചെയ്ത് ശ്രീദാസേറിനും ശ്രീമതി സുശീലാമ്മയും കൂടി ചേർന്ന് പാടിയ ഏഴിലം പാല പൂത്തു പൂമരങ്ങൾ കൂട പിടിച്ചു വെള്ളിമലയിൽ വേളിമലയിൽ എന്ന ഗാനമാണ് ഞാൻ നിങ്ങളെന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ശ്രുതി ഇ, അതായത് 3 കട്ട 3 ഫിംഗർ ഈയിലുള്ള ഫ്ലൂട്ടിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. 3 വിരൽ ഇ. താളം 3/4, അതായത് തിസ്രനട 3 അക്ഷരം. 1 2 3 1 2 3 1 2 3 1 2 3 ഇങ്ങനെ 3 അക്ഷരമുള്ള താളവട്ടാണ്. പിന്നെ രാഗം ശങ്കരാഭരണം എന്ന രാഗത്തിൻ്റെ കൂടെ ചെറിയ രീ, ചെറിയ ഗ, ചെറിയ ദ, വലിയ മ, അങ്ങനെ 4 സ്വരങ്ങൾ ടച്ചസ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. അനുസ്വരങ്ങളായിട്ട് വരും. അപ്പോൾ ശങ്കരാഭരണത്തിൻ്റെ സ്വരങ്ങൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. സാ രീ വലിയ ഋഷഭം, ചതുശ്രീ ഋഷഭം, ഗ അന്തരകാന്തരം, വലിയ കാന്തരം, മാ ശുദ്ധ മധ്യമം, അത് ചെറിയ മധ്യമം, അവിടെ ഹാഫ് നോട്ട് വരും. പ ദ വലിയ ദേവിതം, അതായത് ചതുശ്രീ ദേവിതം, നീ വലിയ നിഷാദം, കാകളി നിഷാദം, സാ അതിന് തിരിച്ചും സാ നീ വലുത്, ദ വലുത്, പ മാ ചെറുത്, ഗ വലുത്, രീ വലുത്, സാ. ഇതിൽ ചെറിയ ഋഷഭം ഇവിടെ ഹാഫ് നോട്ടായിട്ട് വരും, ടച്ച് വന്നത്. പിന്നെ ചെറിയ ഗാന്ധാരം, അത് ഹാഫ് നോട്ടായിട്ട് വരും. പിന്നെ ചെറിയ ദൈവതം ഹാഫ് നോട്ട് വരും. പിന്നെ പ്രതിമധ്യമം എല്ലാം ഓപ്പൺ മധ്യമം. ഇത് 4 സ്വരങ്ങളാണ് അന്യസ്വരങ്ങളായിട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ ശങ്കരാഭരണത്തിൻ്റെ സ്വരങ്ങൾ ഞാൻ വായിക്കാം. ഇത് ലൈറ്റ് മ്യൂസിക് ആയതുകൊണ്ട് പിന്നെ രാഗഭാവങ്ങളൊന്നുമില്ലാതെ അങ്ങനെ പോയിരിക്കുന്നത്. എല്ലാ സ്വരങ്ങളും മെയിനായിട്ട് പ്ലെയിനായിട്ട് തന്നെ. പിന്നെ അതിൽ ചെറിയ ഋഷഭം, ചെറിയ കാന്തരം, വലിയ മധ്യമം, ചെറിയ ദൈവതം ടച്ച് ഉണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് ചെറിയ നിഷാദം പോലെ ഉണ്ട് തോന്നണം. അത് കഴിഞ്ഞിട്ട് സാ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഒരു ഫ്രെയിം.
ഇത് ഞാൻ വെറുതെ ഒരു ഫ്രെയിം വായിച്ചെന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഇൻട്രൊഡക്ഷൻ മ്യൂസിക് പോകുമ്പോൾ ആദ്യം ജലതരംഗം ഇങ്ങനെ കുറേ കോപ്പകൾ വെച്ചിട്ട് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ സരിഗമപദനിസ അങ്ങനെ ശ്രുതി സ്വരങ്ങളിൽ കൊണ്ടുവന്നിട്ട് വായിക്കുന്ന സാധനമാണ് ജലതരംഗം. അതിൻ്റെ ടോൺ തന്നെയുള്ള ഈ റീഡ്സ് ഇങ്ങനെ പഞ്ചലോഹം വെച്ചിട്ട് ഗ്ലോക്കൺ സ്പെല്ല് എന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് മദ്രാസിൽ. അത് വെസ്റ്റേൺ ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ അത് വെച്ച് അതും പിന്നെ കീബോർഡിൻ്റെ ബെൽ ടോണും ഇട്ടിട്ടാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക് വായിച്ചിരിക്കുന്നത്. അപ്പം 1 2 3 1 2 3 ബെല്ലും ഗ്ലോക്കൺ സ്പെല്ലും ദ സ ഗ ദ സ ഗ. അപ്പോൾ വെസ്റ്റേൺ വയലിൻസ് ഗരി സനി ദാദ ഗരി സനി ദാദ, അവിടെ ചെറുതായും വരും ഗരി സനി ദാദ. അത് കഴിഞ്ഞിട്ട് ഗ്ലോക്കൺ സ്പെല്ലും ബെല്ലും കൂടി ദനിരി ദനിരി, ചെറിയ ദ വലിയ നീ ഇരി ദനിരി. അവിടെ വയലിൻസ് റിസനി ദ പാമ റിസനി ദ പാമ റിസനി ദ പാമ, വലിയ മദ്യം വരും. അപ്പോൾ ഫ്ലൂട്ടിൽ ഓപ്പൺ വരും. അപ്പം പിന്നെ അതുകൊണ്ട് ഗ്ലോക്കൺ സ്പെല്ലും ബെല്ലും ദ ചെറിയതാ വരും, പിന്നെ വലിയതാ വരും, പിന്നെ സ ദ സ. അത് കഴിയുമ്പോൾ വയലിൻ ഗദനി സരി ഗദ ചെറിയതാ ഗദ, പിന്നെ അവിടെ അവനോട് ദനി സാരി ഗദ ചെറിയതാ ദ വലിയ ദനി സാരി ഗദ ദനി സാരി. അത് കഴിഞ്ഞിട്ട് ഗ മ പ ഗ 2 3 ചെറിയ മ 2 3 വലിയ മ 2 3 പ ആ. അപ്പം ഇത്രയും വായിക്കാം. ഒന്നുകൂടെ വായിച്ചു നോക്കാം. 1 2 3 1 2 3. അപ്പോൾ ഇതിൻ്റെ കൂടെ വയലിൻ്റെ കൂടെ വലിയ വയലിൻ പോലുള്ള ചെല്ലോ ഇങ്ങനെ ഇരുന്ന് കുത്തി വായിക്കുന്നത് ടൺ ടൺ ടം ഗരി സനി ദ. അത് സെയിം തന്നെ താഴത്തെ റേഞ്ചിൽ അവിടെ സനീത പമ്മയുടെ കൂടെ ചെല്ലോ ഗ ആ ലോങ് നോട്ടാണ് വന്നത്. ടൺ ടൺ ടം തറ ടൺ ടൺ ടം ഗ ആ സ ആ ഗ ആ. അപ്പം ടൺ ടൺ ടം ടൺ ടൺ ടം ഗ ആ സ ആ ഗ ആ. അതുകൊണ്ട് പിന്നെ വയലിൻ ഗ മ പ അവിടെ വയലിൻ അതിൻ്റെ കൂടെ ചെല്ലോ പ ആ മ ആ രി ഇ നി പ മ ചെറിയ മ രി ഇ നി.
അപ്പോൾ ചെല്ല് മുഴുവൻ എന്ന് പറയാം. ടൺ ടൺ ടം ടൺ ടൺ ടം. അത് കഴിഞ്ഞിട്ട് വയലിൻസ്, വീണ്ടും വയലിൻസ് ചെല്ല വിളിച്ചത് മുകളിൽ നിന്ന് പകരി സദാ പകരി സദാ പക. കൂട്ടത്ര റേഞ്ച് കിട്ടാൻ പണിയാണ്. പകരി സദാ പകരി സദാ പക. അപ്പം ഗാ കിട്ടില്ല, ഗാ കിട്ടില്ല. പിന്നെ പദ സ ഗ പ അ ദ അ സ ഗ. വയലിൻ അതിലൂടെ ഈ ഗ്ലോക്കൺ സ്പെല്ല് എന്ന് പറഞ്ഞാൽ ജലരംഗത്തിൻ്റെ ടോൺ പദ സ ഗ ഇത്രയും വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സന്തൂരമാണ് വന്നത്. രി സ ദ ദ പ പ ഗ ഗ രി രി സ ഗ രി സ ദ ദ പ പ ഗ ഗ രി രി സ ഗ. അങ്ങനെ വായിച്ചിരുന്നത്. ഏഴിലം പാല പൂത്തു. അങ്ങനെ വരും. അപ്പം ഞാനത് മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഏഴിലം പാല പൂത്തു. അങ്ങനെ വരും. 1 2 3 1 2 3. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പൂർണ്ണമായിട്ടും. ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എന്തെങ്കിലും മനസ്സിലാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് 9447200365 എന്ന നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ച് നമ്മുടെ പ്രോഗ്രാം എല്ലാം കേട്ട് നിങ്ങൾ പഠിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് 95ാമത്തെ സോങ്ങാണ്. 94 നിങ്ങളെല്ലാവരും പഠിച്ചു കാണുമെന്ന് തോന്നുന്നു. ഞാനെപ്പോഴും പഠിപ്പിക്കുമ്പോൾ മാക്സിമം കട്ടിങ് വരാത്തതും ഈസിയായിട്ടുള്ള ഫിംഗറിങ്ങിലാണ് പഠിപ്പിക്കുകയുള്ളൂ. പലരും പല ഫിംഗറിങ്ങിലും വായിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ താമസമെന്തെ പഠിപ്പിച്ചപ്പോൾ ഒരു ശ്രോതാവ് ചോദിച്ചു, എന്തുകൊണ്ടാണ് 2 വിരലിൽ പഠിപ്പിക്കാതിരുന്ന ഷഡ്ജം 3 വിരലിൽ എന്താ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കട്ടിങ് മാക്സിമം ഒഴിവാക്കാൻ. അതായത് അതിന് മക മക മ പനി പാന്ന് വരുമ്പോൾ മക മക തുടക്കം തന്നെ മക മക കട്ട് വരും. ശുദ്ധമധ്യമം ചെറിയ ഗാന്ധാരം. അപ്പോൾ ഇങ്ങനെ വരും. അതുകൊണ്ടാണ് ഈ 3 വിരലിൽ പഠിച്ചത്. അപ്പോൾ അങ്ങനെ കട്ടിങ് മാക്സിമം ഫ്ലൂട്ടിൽ കട്ടിങ് വരുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഫിംഗറിങ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് അതേപോലെ തന്നെ വായിച്ച് പഠിച്ചാൽ മാക്സിമം ഫ്ലോയിൽ വരും. എങ്കിലും ചില സ്ഥലങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പൊതുവേ പറഞ്ഞാൽ നമുക്ക് ചില സ്വരങ്ങൾ ഫ്ലോ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഫിംഗറിങ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പല്ലവിയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.